2025 ഇറങ്ങിയ ടോർമെന്റോ. കഥാനായികയായ ബ്രെൻഡ ഒരു സെക്യൂരിറ്റി ഓഫീസറാണ്. അപ്പൊ മോർച്ചറിയിൽ നിൽക്കുമ്പോൾ രാത്രി ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ സിനിമയിൽ എടുത്തു കാട്ടുന്നത്. ഫിലിമിന്റെ തുടക്കത്തിൽ തന്നെ നായികനെയാണ് കാണിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് ഏകദേശം കഴിഞ്ഞ് അപ്പൊ വീട്ടിൽ പോകാൻ നേരത്തെ അമ്മ വിളിക്കുന്നുണ്ട്. അപ്പൊ കോൾ എടുക്കുന്നില്ല. അമ്മയായിട്ട് നല്ല ടേംസിലെല്ലാം തോന്നുന്നു. കാറെ തിരിച്ച് വീട്ടിൽ പോവാ. അപ്പൊ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോകും. അപ്പം ഒരാളെ അങ്ങ് ഇടിച്ചിടും. നോക്കുമ്പോൾ അയാൾക്ക് അനക്കൊന്നുമില്ല. എമർജൻസി കോൾ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ കോൾ ചെയ്യും. അവിടുന്ന് ആ കോൾ എടുക്കുമ്പോൾ നായിക അങ്ങ് കട്ട് ചെയ്ത് വീട്ടിൽ പോവാ. കാര്യം അറിഞ്ഞൊന്നും അല്ല ഇടിച്ചേ. എന്നാലും താഴെ കിടക്കുന്ന ആൾക്ക് ഒരു അനക്കമില്ല. അപ്പൊ ഇവള് പോലീസിന് എമർജൻസി വിളിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പറ്റി ഇവൾ അകത്ത് പോകും. അതുകൊണ്ട് ഇവളൊന്നും മിണ്ടാതെ വീട്ടിൽ പോവാ. അവിടുന്ന് കട്ട് ചെയ്ത പിറ്റേ ദിവസം രാവിലെ നായിക്ക് പുതിയൊരു സ്ഥലത്താണ് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ്. അത് പ്ലേസും ഡീറ്റെയിൽസും എപ്പോഴാ കയറണം എന്നുള്ള സമയമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി നൈറ്റ് ഷിഫ്റ്റിന് കയറുമ്പോൾ പകൽ എന്ന സെക്യൂരിറ്റി ഓഫീസർ അവിടെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ക്യാമറ, ഇതും ബാത്റൂം, കിച്ചൺ, വേണ്ട കാര്യങ്ങൾ, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഗണ്ണും കൂടെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി പോവാ. നാളെ കാണാന്ന് പറഞ്ഞ് പുള്ളി പോകും. നായക ബേസിക്കലി ഒരു ലോ സ്റ്റുഡന്റാ. രാവിലെ പഠിക്കും, വൈകിട്ട് പാർട്ട് ടൈം ആയിട്ട് സെക്യൂരിറ്റി ജോലി ചെയ്യും. അങ്ങനെ പഠിക്കാന്നോർത്തെടുത്ത് ടേബിളിൽ ബുക്ക് വെച്ചിരുന്ന് പഠിക്കുമ്പോഴാണ് അമ്മ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്ന നായക നാട്ടിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം അമ്മ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ നായികയ്ക്ക് അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യം ഇല്ലെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ഡോറെ കൊട്ടുന്ന ശബ്ദം. അപ്പൊ അമ്മയെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അപ്പൊ നായക പോയി ഡോറൊക്കെ തുറന്നു നോക്കും. അപ്പൊ ഒന്നുമില്ല. അപ്പൊ ഫ്രണ്ടിലൊക്കെ ചെന്ന് നോക്കും. ആരെയും കാണുന്നില്ല. തിരിച്ചു വന്നിരുന്ന് ട്രോയ്ക്കകത്തുനിന്ന് ടോർച്ച് എടുത്തുകൊണ്ട് പോയി മോർച്ചറിയുടെ അവിടെ പോയി നോക്കും. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ വിൻഡോയുടെ ലോക്ക് ഇട്ടിട്ടില്ല. അപ്പൊ അത് തിരിച്ചിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. അതിന്റെ കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. ആ ബെഡേന്ന് നേരെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു. അപ്പൊ നായിക ജസ്റ്റ് ഒന്ന് എടുത്ത് പൊക്കത്തോട്ട് വെക്കും. തിരിച്ചു പോകാൻ നേരത്ത് പിന്നെ താഴെ പോകും. നായിക പേടിച്ചിട്ടാണേലും തിരിച്ചു വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആ റൂം വിട്ടിട്ട് തിരിച്ച് അവിടെ വന്നിരിക്കും. അവിടെ വന്ന് തിരിച്ചിരിക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ്: നീ വണ്ടി ഇടിച്ചിട്ട് അവിടെ നിർത്തണമായിരുന്നു, നീ നിർത്താതെ പോയി. ഒരാളെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയ ഒരാൾക്ക് എത്ര വർഷം ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ്. ഇത് കണ്ടിട്ട് നായക അങ്ങ് പേടിക്കും. ഇത് ആരറിഞ്ഞ്? ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ മിന്നുന്നത്. പിന്നെ ഒരു ശബ്ദം ആരോ കൊട്ടുന്ന പോലെ. ടോർച്ച് എടുത്തോണ്ട് മോർച്ചറിന്ന് ഈ ശബ്ദം കേൾക്കുന്നത്. ടോർച്ച് എടുത്തോണ്ട് മോർച്ചറി പോയി നോക്കുമ്പോൾ മോർച്ചറി ഇങ്ങനെ ടോർച്ച് ഉണ്ട്. അവിടുത്തെ കറണ്ട് എല്ലാം പോയി. അപ്പൊ ഇങ്ങനെ നോക്കി ബോഡിയൊക്കെ അടുക്കി വെക്കുന്നിടത്ത് പെട്ടെന്ന് ഒരു ബോഡി തുറന്നിങ്ങി വരും. അപ്പം നായക കണ്ണു തുറക്കും. നായക സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി പിന്നെയും കൂടെ നോക്കും. നമ്മളൊക്കെയാണ് ഇങ്ങനെ സ്വപ്നം കണ്ട ഒന്നെങ്കിൽ അവിടെ ഇരിക്കും, അല്ലെ ഇറങ്ങി ഓടും. ഇത് ഒന്നും കൂടെ പോയി നോക്കുന്നത് ശരിക്കും ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ മോർച്ചറി പോയി നോക്കും. അങ്ങനെയൊന്നുമില്ല. ബോഡിയൊന്നും അവിടെ കാണുന്നില്ല. തിരിച്ചു വന്നവിടെ ഇരിക്കുമ്പോൾ ക്യാമറയെ നോക്കുമ്പോഴാണ് വെളിയിൽ ഒരാൾ നിൽക്കുന്നത് അനങ്ങാതെ. അപ്പൊ നായിക ചെന്ന് പറയും, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പോകണമെന്ന് പറയും. അയാൾക്കൊരു മൈൻഡും ഇല്ല. അയാൾ അവിടെ മുള്ളി വെക്കും. അപ്പൊ നായികക്ക് വേറെ വഴിയില്ല, തോക്കെടുത്ത് പറയും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കണം, അല്ലെ ഞാൻ വെടി വെക്കുന്നു. അപ്പൊ അയാൾ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങ് പോകും. തിരിച്ച് ടേബിളിൽ വന്നിരിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് മെസ്സേജ് വിടുന്നുണ്ട്. എവിടെയാന്ന് ചോദിച്ചു. അപ്പം നായിക്ക് പറയും ഞാൻ വർക്കിലാന്ന് പറയും. അപ്പം ബോയ് ഫ്രണ്ട് ഞാൻ നിന്നെ പെട്ടെന്ന് ഓർത്ത് അതാ മെസ്സേജ് വിട്ടെന്ന് പറയുമ്പം എനിക്ക് ചെറിയ പേടിയുണ്ട് ഇവിടെ നിൽക്കാന്ന് പറയാം. അതെന്താ പേടിക്കാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ എന്തോ കുഴപ്പമുണ്ട്, ഇവിടെ വന്നപ്പോൾ തൊട്ട് വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പം നിനക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും ഉണ്ടോന്ന് ബോയ് ഫ്രണ്ട് ചോദിക്കും. അപ്പം എൻ്റെ ഒരു ഗണ്ണെന്ന് പറയാം. അപ്പം ബോയ് ഫ്രണ്ട് വിശ്വസിക്കും, ഓ ഗണ്ണോ, അന്നൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഇവള് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ പുറകെ എന്തോ രൂപം നിൽക്കും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതവിടെ ഇല്ല. ഇത് ബോയ് ഫ്രണ്ടിനോട് പറയാൻ വേണ്ടി മെസ്സേജ് ചെയ്യുമ്പോൾ ബോയ് ഫ്രണ്ട് ഓഫിലായി. പെട്ടെന്ന് CCTV നോക്കുമ്പോഴാണ് നേരത്തെ ഇവള് തോക്ക് കാണിച്ച് ഓടിച്ചിട്ട ആളില്ല, നേരത്തെ ഹോസ്പിറ്റലിനകത്ത്. അതെങ്ങനെ കയറാൻ പറ്റും? അതായത് ഇവള് മൊത്തം പൂട്ടിയതാ. എന്നാലും അകത്തിരിക്കുന്നു. നായക ഓടിച്ചു നോക്കുമ്പോൾ അയാൾ അവിടെ നിൽപ്പുണ്ട്. നായകനെ കാണുമ്പോൾ അയാൾ ഓടും. നായക പുറകെ ഓടി ചെല്ലുമ്പോൾ അവസാനം അവിടെ നായക നോക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ ചെല്ലുന്നത്. അതായത് ഡോറ് പാസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ചെല്ലുന്നത്. നായകക്കും ഇതെങ്ങനെ സംഭവിക്കും? കാരണം ഡോറ് തുറന്നിട്ടില്ല. ഒന്നാമത് ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുക. അപ്പൊ തിരിച്ചു വരുമ്പോഴേ മോർച്ചറി ഡോറ് തുറന്നു കിടക്കുന്നു. എന്നാന്ന് കയറി അങ്ങ് നോക്കുമ്പോൾ നേരത്തെ അവിടെ കിടന്ന ബോഡി കാണുന്നില്ല. അപ്പൊ ഇവളകത്തോട്ട് അങ്ങ് കയറുമ്പോൾ മോർച്ചറി ഡോറ് തന്നെ അടയ്ക്കും, ലോക്ക് ആവും. തിരിച്ച് തുറക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഇപ്പൊ എമർജൻസി നമ്പർ വിളിച്ചിട്ട് അതും കിട്ടുന്നില്ല. അവസാനം അമ്മേനെ വിളിക്കും. അമ്മേനെ വിളിച്ചിട്ട് അമ്മ എടുത്തിട്ട് സംസാരിക്കുമ്പോൾ ഒരുമാതിരി റൂഡായിട്ട് സംസാരിക്കും. നീ നേരത്തെ വെച്ച് ഇവള് പറയുന്നൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് ആ ഫോൺ പെട്ടെന്ന് കട്ടാവും. പെട്ടെന്ന് മോർച്ചറിയുടെ ഡോറെ ഒന്ന് ആരോ കുട്ടി. ബ്രണ്ട ഓടിച്ചെന്ന് കുട്ടി എന്നെ പുറത്തു വിടണം, എന്നെ പുറത്തു വിടണം എന്ന് പറയുമ്പോൾ തിരിച്ച് റിപ്ലൈ ഒന്നുമില്ല. ഡോറ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നായകനെ ആരോ വലിച്ചഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ടോർച്ച് അപ്പുറത്തോട്ട് തെറിച്ച് മാറി പോകും. നായക ഓടിച്ചെന്ന് ടോർച്ച് എടുക്കും. പെട്ടെന്ന് ഫോൺ ആരോ വിളിക്കും. ഇപ്പൊ ഇവിടെ എടുക്കും ചെല്ലുമ്പോൾ കട്ടായി പോകും. തിരിച്ചു കാണാൻ നമ്പറെ വിളിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ആൾ, ഹലോ ബ്രണ്ട. അപ്പം അതെ ഞാൻ ബ്രണ്ടയാണ്, എന്നെ രക്ഷിക്കാമോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ പുള്ളി പറയും, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് ആ കോൾ ചെയ്ത ആൾ ചോദിക്കും. അപ്പൊ ബ്രണ്ട എന്നെ ആദ്യം ഒന്ന് രക്ഷിക്കാമെന്ന്, ആദ്യം നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ബ്രണ്ട പറയും ഇല്ലെന്ന് പറയും. ഇതങ്ങ് പറയുമ്പം വെളിയിൽ നിന്ന് ആരോ ഇങ്ങനെ ടോർച്ച് അടിക്കുന്നുണ്ട് ജനലും വഴി ഇങ്ങനെ. ബ്രണ്ട ആരാ നോക്കുമ്പം ആ നേരത്തെ ഒരു ഓടിച്ചുട്ടില്ല, ഒരു കറുത്ത ഹുഡ് ഇട്ട് പുള്ളി, ആ പുള്ളിയാണ് ഈ ഫോൺ ഇപ്പൊ വിളിച്ചത് തന്നെ. ഫോൺ വിളിച്ചതും ആ പുള്ളി തന്നെയാണ്. അപ്പൊ ബ്രണ്ട ഇങ്ങനെ വിളിച്ച് വെളിയിൽ ഇങ്ങനെ നോക്കും. കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പുറകെ അകത്ത് വരും. ബ്രണ്ട അയാളോട് ചോദിക്കും എന്നെ വെളിയിൽ വിട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവര് നിന്നെ വെളിയിൽ വിടുമെന്ന് പറയും. അപ്പൊ ആരാ അവരെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫോൺ കട്ടാവും. പുറഞ്ഞ് തിരിഞ്ഞു നോക്കും, പുറകിലൊരു ബോഡി. നായക ഇങ്ങനെ നോക്കുമ്പോൾ നായക തെറിച്ചു പോയി ഭിത്തി ഇടിച്ചിട്ട് ഏറി ഇങ്ങനെ ആരോ നായകനെ ഭിത്തിയെ ചേർത്ത് ഇങ്ങനെ കഴുത്തെ പിടിച്ച് ഇങ്ങനെ പൊക്കുന്ന പോലെ തോന്നും. നായക ഇങ്ങനെ ശ്വാസം മുട്ടി
പെട്ടെന്ന് ഇങ്ങനെ ബോധം കെട്ട് വീഴുമ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ടേബിളിൽ കിടക്കുക. ബാത്റൂമിൽ പോയി മുഖം കഴുകാൻ വേണ്ടി മിററിൽ നോക്കുമ്പോഴാണ് നെറ്റിയെ പാട്, അതായത് നേരത്തെ ഭിത്തി ഇടിച്ച പാടും കഴുത്തിൽ ആരോ പിടിച്ച് ഞെക്കിയ പോലത്തെ ഒരു പാടും. നായക തിരിച്ച് ടേബിളിലോട്ട് വരുമ്പോൾ നേരത്തെ നടന്ന പോലെ തന്നെ നടക്കുന്നത്. ലൈറ്റ് ഓഫ് ആകുന്നു. നായക ടോർച്ച് അടിച്ച് നേരെ അടിക്കുന്ന നേരെ സർജിക്കൽ ഐറ്റം ഒരു ടേബിളെ കൊണ്ട് ഫ്രണ്ട് വെച്ചേക്കുന്നു. പിന്നെ കുറച്ചും കൂടെ നടന്നങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഒരു ഓർഗൻ കുപ്പിക്കകത്തിട്ട് വെച്ചേക്കുന്നു. പിന്നെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി. നായകൻ നടക്കുമ്പോൾ മുഴുവൻ ബോഡി, അവിടെ മൊത്തം ബോഡിയാണ് കാണുന്നത്. പിന്നെ നേരെ കറങ്ങി തിരിഞ്ഞ് പിന്നെയും മോർച്ചറി എത്തും. മോർച്ചറി എത്തി നേരത്തെ ബോഡി ഇറന്നിട്ട് നോക്കുമ്പോൾ ഇവളുടെ ബോഡി. അത് കണ്ട് പേടിച്ച് കണ്ണ് തുറക്കുമ്പോൾ പിന്നെയും ടേബിളിന്റെ അവിടെ. ഇതൊരു ലൂപ്പ് പോലെ കിടക്കും. നായിക നേരെ മോർച്ചറിലോട്ട് പോകും, എന്തെങ്കിലും കണ്ട് പേടിക്കും, ഞെട്ടി ഉണരുമ്പോൾ പിന്നെയും ടേബിളിന്റെ അവിടെ. ഉള്ള ജീവനം കൊണ്ട് നായിക വെളിയിലോട്ട് ഇറങ്ങി ഓടാൻ നോക്കും. ആ വാതിലങ്ങ് തുറക്കുമ്പോൾ പിന്നെയും മോർച്ചറിക്കകത്ത്. നായിക്ക് ഇത് കണ്ടിട്ട് നായിക അവിടെ നിന്ന് ഒന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, കാരണം ഇത് ലൂപ്പ് പോലെ നടക്കുക. നായിക അവിടെ നിന്ന് പിന്നെ കരയുമ്പോൾ നോക്കുമ്പോൾ അമ്മ അവിടെ വരുന്നു. ഇങ്ങനെ ശരിക്കും അമ്മയല്ല, ഒരു പ്രേതമാണെന്ന് തോന്നുന്നു. അമ്മ ഇങ്ങനെ വന്ന് നായിക ഇപ്പൊ കരഞ്ഞ് കെട്ടിപ്പിടിക്കും. അമ്മ എനിക്ക് വെളിയിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നായിക ഇങ്ങനെ കഴുത്തിൽ എന്തോ ഞെക്കുന്ന പോലെ തോന്നും. പെട്ടെന്ന് കണ്ട് ഓർക്കുമ്പോൾ അത് അമ്മ എവിടുന്ന് അപ്രത്യക്ഷമാവും. പെട്ടെന്ന് എവിടുന്ന് ഒരു കൊച്ചു കരുന്ന ശബ്ദം അവിടെ. നായക പോയി നോക്കുമ്പോൾ ഒരു കൊച്ചിനെ ഒരു പുള്ളി ഇങ്ങനെ തല്ലാൻ വേണ്ടി പോകും. നായക പോയി ആ പുള്ളിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി പോകും. ആ പുള്ളി എടുത്ത് നായകനോട് ഒറ്റ കയറി പോയി ജനലിടിച്ച് വീഴും. നായക അവിടെ കിടക്കുന്ന ഒരു ചില്ലെടുത്തോണ്ട് വന്ന് ആ പുള്ളിനെ വന്ന് ഒറ്റ കുത്താ പുറകെ കൂടെ കുത്തിയിട്ട് പുള്ളിനെ പിടിച്ച് ഒറ്റ ഒന്നുമ്പോൾ പുള്ളി പിന്നെ കാണുന്നില്ല. പിന്നെ ആരും അവിടെ കാണുന്നില്ല. പിന്നെ ആ ബാക്ക് കുട്ടിയിട്ട് പുള്ളി അവിടെ വരും. എന്നിട്ട് പറയും യുദ്ധത്തിന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ സ്വയം ആത്മഹത്യ എന്ന് പറഞ്ഞ് ഗണ്ണ് കയ്യിലോട്ട് കൊടുക്കും രണ്ടാടെ. ആദ്യം എന്നാ ചെയ്യണമെന്ന് ഓർത്തിരിക്കുമ്പോൾ നേരത്തെ കൊച്ചിനെ ഉപദ്രവിച്ച് പുള്ളി പിന്നെയും വരും. ആ പുള്ളിയുടെ നേരെ ഗണ്ണ് കൊണ്ടൊരു പുള്ളിനെയും കൊല്ലും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് മയങ്ങിപ്പോവും. കുറച്ച് കഴിയുമ്പോൾ മോർച്ചയുടെ വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ആകുമ്പോൾ വേറെ സെക്യൂരിറ്റി ഒന്ന് ബ്രണ്ടനെ വിളിക്കും. ഇതന്നെ ബ്രണ്ട എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് വിളിക്കും. ബ്രണ്ട നേരെ പിന്നെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാ. പോലീസ് സ്റ്റേഷനിൽ പോയി നടന്ന കാര്യങ്ങളെല്ലാം പറയും. പോലീസ് സ്റ്റേഷനിൽ ആ പുള്ളി പറയും, പോലീസ് സ്റ്റേഷനിൽ ആ പോലീസുകാരൻ പറയും അപ്പുറത്തെ റൂമിൽ പോയിരിക്കണം. ആ റൂം അങ്ങോട്ട് തുറക്കുമ്പോൾ പിന്നെയും മോർച്ചറിയുടെ വരും. മേ ബി ചിലപ്പം ഈ ആ ആക്സിഡന്റ് ബ്രണ്ടയും മരിച്ചു കാണും. അതുകൊണ്ട് ആ ബ്രണ്ടയുടെയും ആ പുള്ളിയുടെയും ബോഡി സെയിം മോർച്ചറി കൊണ്ടുവച്ചപ്പം ബ്രണ്ടയ്ക്ക് ഒരു ഗിൽട്ട് കാണും, അറിയാതെ ഒരു പുള്ളിനെ ഇടിച്ചു വന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ ട്രാപ്പായി കിടക്കുന്നത്.